ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. വന്നിട്ടുള്ള ഒരു ചോദ്യം, സ്ത്രീകൾ അവർക്ക് സ്വർഗത്തിൽ എന്താണ് ലഭിക്കുക? പുരുഷന്മാർക്ക് ഹൂറുൽ ഈനുണ്ട്, വിശാല നേത്രവതികളായിട്ടുള്ള തരുണീ മണികൾ പുരുഷന്മാർക്കുണ്ടല്ലോ, സ്ത്രീകൾക്ക് എന്താണുള്ളത്? ഖുർആൻ എന്തുകൊണ്ടത് പറഞ്ഞില്ല? ഇത് അനീതിയല്ലേ എന്നുള്ളതാണ്. ഒരിക്കലും അനീതിയല്ല എന്ന് മാത്രമല്ല, അള്ളാഹു ഏറ്റവും കണിശമായിട്ട് ഏറ്റവും പൂർണ്ണമായിട്ട് നീതി നടപ്പിലാക്കുന്ന നീതിമാനായിട്ടുള്ള ശക്തിയാണ് അള്ളാഹു. പരലോകം എന്ന് പറയുന്നത് നീതിയുടെ ലോകമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ അവയെ ഹാജരാക്കപ്പെടുകയും എന്നിട്ട് കൊമ്പില്ലാത്ത ആട് കൊമ്പുള്ള ആടിന് തിരികെ സമാനമായ രൂപത്തിലുള്ള ആക്രമണം നടത്തുകയും ചെയ്യുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത്രമാത്രം കണിശവും കൃത്യവുമായിട്ടുള്ള നീതി പുലർത്തുന്ന ലോകമാണ് പരലോകമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ശരിയായിട്ടുള്ള ഇസ്ലാമിക വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നിർവഹിച്ചുകൊണ്ട് ആ ഈമാനോടുകൂടെ ഈ ലോകത്തുനിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അവൾക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം ഒന്നും തന്നെ നിഷേധിക്കപ്പെടാതെ നൽകും എന്നുള്ളത് ഖുർആനിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സന്ദേശമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 4-ാം അധ്യായം സൂറത്തു നിസാ 124 അല്ലാഹു തആല പറയുന്നു, വമൻ യഅമൽ മിനസ്വാലിഹാതി മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. വിശ്വാസിയായിക്കൊണ്ട് ആണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മങ്ങൾ ആര് പ്രവർത്തിക്കുന്നുവോ, ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നഖീറാ. അവർ സ്വർഗത്തിൽ പ്രവേശിക്കും, അവർ ഒട്ടും ആക്രമിക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ അവരോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ത്രീ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അതിനുള്ള അർഹമായ പ്രതിഫലമുണ്ട്. അവൾക്ക് സ്വർഗത്തിൽ അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ വ്യക്തമായിട്ടുള്ളൊരു സൂചനയാണ് ഈ ആയത്ത്. അതുപോലെ തന്നെ 3-ാം അധ്യായം സൂറ ആൽ ഇംറാൻ 195 പറയുന്നു, ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉളിയു അമല ആമിലിൻ മിൻകും മിൻ ദക്കറിൻ ഔ ഉൻസാ. അവരുടെ രക്ഷിതാവ് അവർക്ക് മറുപടി നൽകി, ഉത്തരം നൽകി, നിങ്ങളിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരിൽ ഒരാളുടെയും കർമ്മങ്ങൾ അല്ലാഹു തആല നഷ്ടപ്പെടുത്തുകയില്ല എന്നാണ്. ഒരു സ്ത്രീ അവൾ നന്നായിട്ട് അവളുടെ ഈമാൻ കാത്ത് സംരക്ഷിച്ചു, അവൾ ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചു, എന്നിട്ട് പരലോകത്ത് അർഹമായിട്ടുള്ള പ്രതിഫലം കിട്ടാതെ വിഷമിക്കേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക. അവിടെ പുരുഷന്മാർക്ക് മാത്രമല്ല പ്രാധാന്യം, അവർക്ക് മാത്രമല്ല ഐശ്വര്യങ്ങളും സുഖവും സന്തോഷവും, മറിച്ച് സ്ത്രീക്കുമുണ്ടാകും എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവാണ് ഈ വചനം. 16-ാം അധ്യായം 97-ാം സൂക്തം, മൻ അമില സ്വാലിഹം മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ വിശ്വാസിയായിക്കൊണ്ടാണ് അങ്ങനെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ അവർക്ക് വിശിഷ്ടമായിട്ടുള്ള ജീവിതം നാം നൽകും. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും ഉത്തമമായതനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് സൂറത്തു നഹ്ൽ 16-ാം അധ്യായം 97 സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ആയത്തുകളൊക്കെ പഠിപ്പിക്കുന്നത്, ഒരു സ്ത്രീ അവളുടെ കർമ്മങ്ങളും അവരുടെ വിശ്വാസങ്ങളും അത് വൃഥാവിലാകുകയില്ല, അവൾക്ക് അർഹതപ്പെട്ടതിലധികം പ്രതിഫലം പരലോകത്ത് കിട്ടും എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സൂറ ഗാഫിർ 40-ാം അധ്യായമാണ്. അതിൻ്റെ 40-ാം സൂക്തത്തിൽ പറയുന്നു, മൻ അമില സയ്യിഅതൻ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലുഹാ. ഒരു തിന്മ ചെയ്താൽ അതിന് സമാനമായിട്ടുള്ള കൂലിയാണ് നൽകപ്പെടുക, തിന്മ ചെയ്താൽ. എന്നാൽ നന്മ ചെയ്താലോ, വമൻ അമില സ്വാലിഹം മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്. സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന വിശ്വാസിയായിക്കൊണ്ട് എങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും, അവർക്ക് കണക്കില്ലാതെ ഉപജീവനം നൽകപ്പെടുമെന്നാണ്. തിന്മക്ക് സമാനമായിട്ടുള്ള ശിക്ഷ, എന്നാൽ നന്മക്കോ കണക്കില്ലാത്ത രൂപത്തിലുള്ള ഉപജീവനം നൽകപ്പെടും, നന്മ നൽകപ്പെടും എന്നാണ്. അപ്പോൾ ഈ ഒരു വിഷയം, സ്വർഗത്തിൽ ഹൂറുൽ ഈനുണ്ട്, എന്നാൽ സ്ത്രീകൾക്ക് എന്ത് കിട്ടുമെന്ന് ഖുർആൻ പറഞ്ഞില്ല എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടികളാണ് ഈ വചനങ്ങൾ. ഇത് മാത്രമല്ല, നമ്മൾ ഇനിയും ഏറെ ഇതിനേക്കാൾ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ചില വചനങ്ങൾ കൂടെ ഞാൻ പറയാം. 1-2 വചനങ്ങൾ. ഒന്ന്, ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ.
ആര് അണുതൂക്കം നന്മ പ്രവർത്തിക്കുന്നുവോ അതിൻ്റെ പ്രതിഫലം അവന് കണ്ടുമുട്ടും. അപ്പോൾ ഇവിടെ ആര് എന്നാ പറഞ്ഞത്, പുരുഷൻ എന്ന് പറഞ്ഞിട്ടില്ല. പുരുഷന്മാർ പ്രവർത്തിച്ചാൽ അവർക്ക് അതിനുള്ള കൃത്യമായ പ്രതിഫലം കിട്ടൂ, സ്ത്രീകൾ പ്രവർത്തിച്ചാൽ കിട്ടൂല എന്ന് ഖുർആൻ ഒരിക്കലും പറയുന്നില്ല, കിട്ടും എന്നാണ് പറയുന്നത്. തിന്മയും അങ്ങനെ തന്നെയാണ്. വമൻ യഅമൽ മിത്കാല ദർറത്തിൻ ശർറൻ യറ, അത് 99-ാം അധ്യായം സൂറത്തു സൽസല 7-8 സൂക്തങ്ങളാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഒരു സ്ത്രീ, ആ സ്ത്രീ സ്വർഗത്തിൽ പോയി എന്ന് വിചാരിക്കുക. ആ സ്ത്രീക്ക്, അതായത് ഈ ദുനിയാവിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള ചുറ്റുപാടിലുള്ള ഒരു ഖദീജ അല്ലെങ്കിൽ രാമന അല്ലെങ്കിൽ ഒരു മൈമൂന, അവൾ ശരിയായ വിശ്വാസം സ്വീകരിച്ച് അവൾ ഈമാനോടുകൂടെ ഈ ലോകത്തു നിന്നും മരണപ്പെട്ടു പോകുകയാണ്, അവൾ സ്വർഗാവകാശിയാവുകയാണ്. ആ സ്വർഗത്തിൽ കിടക്കുന്ന ആമിന അല്ലെങ്കിൽ ഖദീജ അല്ലെങ്കിൽ മൈമൂന, ആ സഹോദരിക്ക് അവിടെ ലഭിക്കുന്നത് എന്താ? അവളുടെ മനസ്സ് കൊതിക്കുന്നതെന്തും ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. അവൾക്ക് സമപ്രായമുള്ള സുന്ദരനായ ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള തൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളുമൊക്കെ നിറവേറ്റാൻ കഴിയുന്ന, താൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള സ്വർഗ പുരുഷനെ വേണമെന്ന് ആഗ്രഹിച്ചാൽ കിട്ടും എന്നുള്ളതാണ് അത് പഠിപ്പിക്കുന്നത്. എന്താണ് ആയത്ത്? വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും, നിങ്ങളുടെ നെഫ്സുകൾ, നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നത് നിങ്ങൾക്കതിൽ വെച്ചുണ്ടായിരിക്കും. വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ ഇച്ഛിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആവശ്യപ്പെടുന്നത് ആ സ്വർഗത്തിലുണ്ടാകുമെന്ന് 41-ാം അധ്യായം 31-ാം സൂക്തത്തിൽ അല്ലാഹു തആല വ്യക്തമാക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 43-ാം അധ്യായം 71, അതായത് സൂറത്ത് സുഹ്റുഫ് 71-ൽ പറയുന്നു, യുത്വാഫു അലൈഹിം ബിസിഹാഫിൻ മിൻ ദഹബിൻ വഅക്വാബ്, സ്വർണം കൊണ്ടുള്ള തളികകൾ, അതുപോലെ കൂജകൾ, അതുകൊണ്ട് അവർക്കിടയിൽ സേവകന്മാർ ചുറ്റിത്തിരിയും, പ്രദക്ഷിണം ചെയ്യും. വഫീഹ, ആ സ്വർഗത്തിലുണ്ട് മാ തഷ്തഹിഹി അൽ അൻഫുസു, മനസ്സുകൾ ഇച്ഛിക്കുന്നത് അതിനകത്തുണ്ട്. വതലദ്ദുൽ അഅ്യുനു, കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന നയനാനന്ദകരമായിട്ടുള്ള കാര്യങ്ങളും അതിനകത്തുണ്ട്. വഅൻതും ഫീഹാ ഖാലിദൂൻ, നിങ്ങളതിൽ നിത്യവാസികളായിരിക്കും. അപ്പോൾ ഒരു സ്ത്രീ സ്വർഗത്തിൽ പോകാൻ, ആ സ്ത്രീക്ക് അവളുടെ മനസ്സ് കൊതിക്കുന്നത്, അവളുടെ മനസ്സ് ഇച്ഛിക്കുന്നത്, അവളുടെ കണ്ണിന് ആനന്ദം നൽകുന്ന കാര്യങ്ങൾ അതിലുണ്ടാകും എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ഇണകളുണ്ടായിരിക്കും. ആ ഇണകൾ ദുനിയാവിൽ അവളുടെ ഇണ എന്ന് പറയുന്നത് നല്ല മനുഷ്യനായിരുന്നുവെങ്കിൽ, സ്വാലിഹായിട്ടുള്ള ആളായിരുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും അല്ലാഹു തആല അവൾക്ക് സന്തോഷം നൽകുന്ന, സംതൃപ്തി നൽകുന്ന ആ ഒരു വരനെ തന്നെ ആ സ്വർഗത്തിൻ്റെ ആ സ്വഭാവത്തോടു കൂടെ അതിന് നൽകും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ദുനിയാവിൽ ഒരു സ്ത്രീക്ക് 2 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് കരുതുക. ആദ്യം ഒരു കല്യാണം കഴിച്ചു, അദ്ദേഹം മരണപ്പെട്ടു പോയി, പിന്നീട് മറ്റൊരു കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ആ സ്ത്രീ സ്വർഗത്ത് പോകാൻ, ആ 2 പുരുഷന്മാരും സ്വർഗത്തിൽ വരാൻ ആരെ കിട്ടും, ആരെ അപ്പോൾ അവൾക്ക് അവളുടെ മുമ്പിൽ ചോയ്സ് ഉണ്ട്. തഹയ്യർ ബൈനഹുമാ, അവരിൽ ആരെ വേണമെങ്കിലും അവൾക്ക് ചോയ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ തഖ്താറു മൻ കാന അഹ്സന ഖുലുഖൻ, ആ 2 എണ്ണത്തിൽ ഏറ്റവും ഉത്തമമായതിന്, നല്ല സ്വഭാവമുള്ളയാളെ അവൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ നോക്കൂ, ചില ആളുകൾ ഇങ്ങനെ ഇപ്പോൾ ഒരു സ്ത്രീ ഒരാളെ കല്യാണം കഴിച്ചു, അയാൾ മരണപ്പെടുന്നു, മറ്റൊരു കല്യാണം കഴിക്കുന്നു. അങ്ങനെ 2-3 ആളുകളൊക്കെ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ കല്യാണം കഴിച്ചിട്ടുള്ള വനിതകൾ ചരിത്രത്തിൽ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിലേറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ അവസാനത്തെ ആളെ അവർക്ക് സ്വീകരിക്കാം എന്ന് നമ്മൾ അറിയുക. അതൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, അൽ മർഅതു ലി ആഖിരി അസ്വാജിഹ, അവളുടെ അവസാനത്തെ ഭർത്താവ് ആരാണോ അദ്ദേഹത്തെ അവൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെ അവൾക്ക് തിരഞ്ഞെടുക്കാനും ഒക്കെയുള്ള ചോയ്സ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്കൂ, ദുനിയാവിൽ ഒരു സ്ത്രീ കല്യാണം കഴിച്ചില്ല എന്ന് വിചാരിക്കുക, പക്ഷേ അവൾക്ക് ഈമാനുണ്ട്, അവൾക്ക് സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മരണപ്പെട്ടു പോയാൽ അവൾക്ക് ആഖിറത്തിൽ അല്ലാഹു തആല അവൾക്ക് സംതൃപ്തി നൽകുന്ന ഒരു വരനെ, അവർക്ക് കൺകുളിർമ നൽകുന്ന ഒരു ഇണയെ, ഫഇന്നല്ലാഹ യുസവ്വിജുഹാ മാ തുഖിറു ബിഹി ഐനുഹാ, അവൾക്ക് നയനാനന്ദം നൽകുന്ന, അവർക്ക് സംതൃപ്തി നൽകുന്ന ഒരു ഇണയെ അല്ലാഹു ഇണയാക്കി കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
വളരെ വ്യക്തമായിക്കൊണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും ആരോഗ്യമുള്ള, അതോടൊപ്പം തന്നെ തുല്യപ്രായമുള്ള, യുവത്വം കുടികൊള്ളുന്ന, എല്ലാ അർത്ഥത്തിലും ഐശ്വര്യമുള്ള, കഴിവുള്ള, പ്രാപ്തിയുള്ള, ഒരു ന്യൂനതമില്ലാത്ത പുരുഷന്മാർ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആയത്തുകളാണ് ഈ പറഞ്ഞതെല്ലാം. അള്ളാഹു താല അടിയുറച്ച വിശ്വാസത്തോടുകൂടെ ശരിയായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഈമാനും കർമ്മങ്ങളും ആയിട്ട് മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.